നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഇന്നലെ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു. ഇന്ന് രണ്ടു കൂട്ടരും കോൺഫിഡൻസ്, അല്ലെങ്കിൽ മൂന്ന് മുന്നണികളും കോൺഫിഡൻസ് നടത്തുന്നു എന്ന് പറയാം. പക്ഷേ പൊതുവെയുള്ള ഒരു സംസാരം ഞാൻ ഡൽഹിയിൽ നിന്ന് കേട്ടതും UDF ഒരു മേൽക്കോയ്മയുണ്ട് എന്ന് പറയുന്നു. വേറൊന്ന്, ശ്രീ മാധവൻകുട്ടി ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ശക്തമായ ആൻറ്റി ഇൻകംബൻസി വേവ് പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ ഉണ്ട് എന്ന ഒരു വാസ്തവം കൂടി മുന്നോട്ട് വരുന്നു. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി, ഇതുവരെ പറയാത്തൊരു സംഗതി. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് സർ ഇന്നലെ വോട്ടർമാർ നമ്മളുടെ സർക്കാരിനോടും പ്രതിപക്ഷത്തോടും രണ്ട് ഗ്രൂപ്പിനോടും പറഞ്ഞത് എന്ന് താങ്കളുടെ ഗ്രൗണ്ട് ഫീലിംഗ് എന്താണ് സർ? ആദ്യം ശ്രീ ചെറിയാൻ നന്ദി. നമ്മൾ മുൻകൂട്ടി പറഞ്ഞത് പിന്നീട് പല മാധ്യമങ്ങളും ആവർത്തിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ ഷോയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. കാരണം നമ്മൾ ആരെയും സുഖിപ്പിക്കുന്നതിനോ ആരെയും വേദനിപ്പിക്കുന്നതിനോ വേണ്ടിയല്ല ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് എന്നതിൻ്റെ ഒരു തെളിവാണ് മറ്റു പലരും ഇപ്പോൾ വളരെ വൈകിയെങ്കിലും പിണറായി വിജയൻ ആണ് ഈ കേരള തിരഞ്ഞെടുപ്പിന്റെ ഒത്ത മധ്യത്തിൽ അദ്ദേഹത്തെ പറ്റിയുള്ളൊരു വിധിയെഴുത്താണ്, വ്യക്തിപരമായ വിധിയെഴുത്താണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പോളിംഗിന് ശേഷവും അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ചില അടുത്തുള്ള പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചതിന് ശേഷവും അവിടെ കണ്ട വിവിധ ക്യാമ്പുകളിലെ ആവേശത്തിന്റെ നിലവാരം കണ്ടും എനിക്ക് അത് തന്നെ ഉറച്ചു പറയാൻ കഴിയുന്നു. പക്ഷേ അതിലൊരു രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ അനുവദിക്കണം. ഒന്ന്, ഇവിടെ കേരളത്തിലും എനിക്ക് അറിഞ്ഞുകൂടാ, ദേശീയ മാധ്യമങ്ങളിലും പോളിംഗ് ശതമാനത്തെ പറ്റി അനാവശ്യമായിട്ടുള്ള ചർച്ച ഇവിടുത്തെ മലയാളം മാധ്യമങ്ങൾ, ടെലിവിഷനും സോഷ്യൽ മീഡിയയും ഇവിടുത്തെ പത്രങ്ങളുമെല്ലാം എന്തോ വലിയ ഉത്സാഹത്തിന്റെയും വലിയ ഒരു പോളിംഗ് വർധനയുടെയും ഒരു 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 ചിത്രമാണ് തരുന്നത്. അത് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഞാൻ ആദ്യം പറയുന്നു. കാരണം ഇത് വളരെ ഒരു അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. കാരണം പുതിയ വോട്ടിംഗ് ശതമാനം 80 അടുത്ത് നിൽക്കുന്നത് കാണിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായി നടന്ന പ്രക്രിയയുടെ ഫലമാണ്. ഒന്ന്, അതിൽ നിന്ന് മാറ്റപ്പെട്ടവർ SIR എങ്ങനെയാണ് കേരളത്തിൽ പ്രയോഗിക്കപ്പെട്ടതെന്ന് ഇനിയും കൃത്യമായിട്ട് വ്യക്തതയില്ല. ഒന്ന്, ആരെല്ലാമാണ് യഥാർത്ഥ കാരണങ്ങൾ കൊണ്ട് മാറ്റപ്പെട്ടത്. രണ്ട്, ആരെയെല്ലാമാണ് പുതിയതായി അതായത് 2.3 ലക്ഷം പുതിയ വോട്ടർമാരുണ്ടെന്ന് പറയുന്നു. അത് ചേർക്കപ്പെട്ടത് ആരാണ്? അത് ഈ പോളിംഗ് പെർസെൻറ്റേജിൽ കണക്കിലെടുക്കാതെ നടത്തുന്ന എല്ലാ മാധ്യമ വാചാടോപങ്ങളും കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കണം. കാരണം വളരെ അശാസ്ത്രീയമായ ഒരു മാധ്യമ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 80 എന്ന് കേട്ടപ്പോഴേക്കും ചാടിത്തുള്ളി എന്തോ തരംഗങ്ങൾ എന്നെല്ലാമുള്ള ഇനി തരംഗമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് വെറും ഇത് പോരാ. ഒന്ന്, ഇതിനൊരു നമ്മൾ കറക്ഷൻ ഫാക്ടർ എന്ന് പറയും. അതായത് 2021 നടന്ന പോൾ ചെയ്ത പോൾ ശതമാനവും 2026 ഇപ്പോൾ നാം കിട്ടുന്ന 80%, 78.80 പോലും ഇല്ല, 78% തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരു കറക്ഷൻ ഫാക്ടർ കൊണ്ട് നമ്മൾ അതിനെ സമമാക്കണം. എന്റെ അഭിപ്രായത്തിൽ ആ കറക്ഷൻ ഫാക്ടർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ വിദഗ്ധരിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ, ആ കറക്ഷൻ ഫാക്ടർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 2021-ലെയും 2026-ലെയും പോളിംഗ് ശതമാനങ്ങൾ ഏകദേശം തുല്യമാണ്. അതുകൊണ്ട് തരംഗമില്ലെന്നല്ല പറയുന്നത്. കഴിഞ്ഞ തവണ പിണറായി വിജയന്റെ നേതൃത്വത്തിലെ കോവിഡാനന്തര തിരഞ്ഞെടുപ്പ് ഒരു ചെറിയ തരംഗം തന്നെയായിരുന്നു. 99 സീറ്റുകൾ, 100 സീറ്റിനടുത്ത്. അത് കേരളത്തിലൊരു തരംഗം തന്നെയാണ് 100 സീറ്റ് കിട്ടുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു തരംഗത്തിനാണ് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. അത് പിണറായിയുടെ
പറ്റിയുള്ള ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കും. അപ്പോൾ കോൺഗ്രസിന് കോൺഗ്രസ് നയിക്കുന്ന എന്റെ ഒരു ഇനി അങ്ങോട്ട് എന്റെ രാഷ്ട്രീയ ഉൾക്കാഴ്ച മാത്രമാണ് ഫലം. ഈ തിരഞ്ഞെടുപ്പ് പോളിംഗുകൾ ഒരുപോലെയാണെങ്കിൽ ഇത്തവണ UDF അനുകൂലമായ 2021 പിണറായി വിജയന്റെ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായ ഉണ്ടായ തോതിൽ ഒരു തരംഗം കേരളത്തിൽ ഞാൻ മുന്നിൽ കാണുന്നു. ഓക്കെ, അതായത് താങ്കൾ പറഞ്ഞു വെക്കുന്നത് പിണറായി ഇടതുപക്ഷത്തിന് കിട്ടിയ 99 സീറ്റും 40 UDF കിട്ടിയ അതുപോലെ ഒരു റിവേഴ്സൽ ഉണ്ടാകും എന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? അതെ അതെ, തീർച്ചയായും. കഴിഞ്ഞ 2021 LDF അനുകൂലമുണ്ടായ തരംഗമെന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. തരംഗമെന്ന് ഉപയോഗിക്കണമെങ്കിൽ തരംഗം, അല്ലെങ്കിൽ മുൻകൈ എന്നുള്ളത് നിങ്ങൾക്കറിയാം, പറയാം. എന്തായാലും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. 100 സീറ്റ് ഒരു കക്ഷിക്കും മറ്റു കക്ഷിക്ക് 50 40 സീറ്റ് വരും. അത് തീർച്ചയായും ഒരു മുൻകൈ അല്ല, കൃത്യമായ മുൻകൈ കേരളത്തിലെ വോട്ടർമാർ UDF നൽകിയിട്ടുണ്ടെന്നാണ് എന്റെ എളിയ വായന. അത്രയും ഞാൻ പറയുന്നു. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം കൊണ്ട് ലെവൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കണക്കുകൾ ഇനിയും സൂക്ഷ്മമായി മനസ്സിലാക്കണമെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പോഴും ഓരോ നിയോജക മണ്ഡലത്തിലും പോൾ ചെയ്തതിന്റെ കണക്ക് എന്റെ കയ്യിലില്ല. ഓരോ ജില്ലയുടെയും ഉണ്ട് ഇത്ര ശതമാനം പോളിംഗ്, മൊത്തം പോളിംഗിന്റെ ശതമാനമുണ്ട്. പക്ഷെ ഓരോ ജില്ലയും ഉദാഹരണത്തിന് പിണറായി മത്സരിക്കുന്ന പിണറായി മണ്ഡലത്തിൽ 2021 ആകെ പോൾ ചെയ്ത വോട്ടുകൾ, ഇത്തവണ ആകെ പോൾ ചെയ്ത വോട്ടുകൾ, അതിൽ നിന്ന് മാറ്റത്തിന്റെ സ്വഭാവം. നമ്മളിപ്പോ കേരളത്തിൽ വേറൊരു പുതിയ ഫാക്ഷൻ SIR കേരളത്തെ ബാധിച്ചിട്ടുണ്ടായ വൻപൻ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് RSSകാര്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് കുറെ UDF LDF വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി ഒരു മിനിറ്റ് സർ, ഭയങ്കരമായിട്ട് ബ്ലഡ് ആയിട്ടുണ്ട് സർ. ഒന്ന് ലോഗൌട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാമോ? അപ്പൊ ഞാൻ എവിടെ തുടങ്ങണമെന്ന് പറയണം. ഇപ്പൊ ഞാൻ ഇവിടെ ലോഗൌട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ചോദിക്കാം. ഒന്ന് ലോഗൌട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഇപ്പൊ ക്ലിയർ ആയി. എവിടെ വെച്ച് തുടങ്ങണം ചെറിയൊന്ന് എനിക്ക് എഡിറ്റ് ചെയ്യുന്ന താങ്കളായി ഞാൻ ചോദിച്ചോളൂ. താങ്കൾ പറഞ്ഞ ഈ ശതമാനം കണക്കുകൾ അവിടെ നിന്നുകൊണ്ട് പറയട്ടെ, എന്തൊക്കെയാണ് താങ്കൾ ഒബ്സർവ് ചെയ്ത ഈ ശതമാനത്തിലെ ഫീച്ചേഴ്സ്? അതായത് SIRന്റെ ഇമ്പാക്റ്റ് ഉണ്ടോ? ഈ മത്സരങ്ങൾ പ്രത്യേകിച്ച് മന്ത്രിമാരും, ഞാൻ കേട്ടത് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറിന്റെ മണ്ഡലത്തിൽ, അങ്ങനെ പല കീ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ എന്താണ് നടക്കുന്നത്? SIRന് എന്തെങ്കിലും എഫക്റ്റ് കേരളത്തിൽ ഉണ്ടോ? ഇപ്പൊ നമ്മുടെ കയ്യിൽ, എന്റെ കയ്യിലോ നമ്മളുടെ മുമ്പിലോ ഇല്ലാത്തത് മണ്ഡലം തിരിച്ചുള്ള വോട്ടുകൾ 2021 തുലനം ചെയ്യുന്നതിനുള്ള ഫിഗേഴ്സ് ഇപ്പോൾ എന്റെ കയ്യിലില്ല. നമുക്കുള്ളത് മൊത്തം വോട്ടർമാരുടെ കണക്കും ജില്ല തിരിച്ചുള്ള കണക്കുണ്ട്, ശതമാനമുണ്ട്, ആകെ ശതമാനവുമുണ്ട്. അപ്പൊ അത് നമുക്ക് പൂർണ്ണമായി മണ്ഡലം തിരിച്ചുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിന് ഇനിയും വേണ്ടത്ര സ്റ്റാറ്റിസ്റ്റിക്കലായ കണക്കുകൾ നമുക്ക് ലഭ്യമല്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ 2.3 ലക്ഷം വോട്ടർമാർ കുറഞ്ഞു അല്ലെ? അതാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, 2 ലക്ഷം 3 ഡിഫറൻസ് ആദ്യത്തേതിൽ നിന്ന്.
ഇതിൽ സംഭവിച്ച രണ്ട് പ്രക്രിയകളുണ്ട്. ഒന്ന്, സ്വാഭാവികമായി മരിച്ചവരും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയവരുടെയും പേരുകൾ മാറ്റുകയും സ്വാഭാവികമായി ന്യായമായ രീതിയിലുള്ളവ മാറ്റുകയും പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ SIR കേരളത്തിൽ നിഷ്കളങ്കമായിരുന്നു, താരതമ്യേന ബംഗാളിലെ പോലെയോ മഹാരാഷ്ട്രയിലെ പോലെയോ അല്ലെങ്കിൽ ബീഹാറിലെ പോലെയോ വ്യത്യാസമില്ലായിരുന്നു എന്ന് ഒരു കൂട്ടം ആളുകൾ, പ്രത്യേകിച്ച് RSS BJP പ്രവർത്തകർ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും പ്രവർത്തകരും അത് വിശ്വസിച്ചുകൊണ്ട് അത് ശരിയാണെന്ന് പറയുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം നമുക്ക് SIR പ്രക്രിയയുടെ ഭാഗമായി നടന്ന കൂട്ടിച്ചേർക്കലുകൾ, എനിക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. 23-ാം തീയതിയുടെ ഡെഡ്ലൈനിന് മുമ്പ്, കഴിഞ്ഞ മാസത്തെ മുമ്പ് BJP-ക്കാർ 13,000 പേരെ നേമം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവരുടെ അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് സീറ്റ് എന്ന് പറയാവുന്ന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മത്സരിക്കുന്ന നേമം മണ്ഡലത്തിൽ അവർക്ക് വിജയ സാധ്യത ഏറ്റവും ഉള്ള 1-2 മണ്ഡലങ്ങളിലൊന്നായ നേമത്തെ ചേർത്തിട്ടുണ്ട്. അതിന്റെ സ്വഭാവം എന്താണെന്ന് ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും പ്രവർത്തകർക്കോ നേതൃത്വത്തിനോ ഇനിയും വ്യക്തമായി എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന്. രണ്ട്, ഈ മാറ്റപ്പെട്ടവരുടെ കാര്യത്തിൽ എല്ലാം കൃത്യമാണെന്ന് ഈ കേരളത്തിലെ 2 മുന്നണികൾക്കും ബോധ്യമാണോ എന്ന കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അത് മാറ്റിവെച്ചാൽ ഇത് 2021 വോട്ടിംഗ് ശതമാനമാണ്. ആ വോട്ടിംഗ് ശതമാനം അന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ LDF-നെ സഹായിച്ച അതേ തോതിൽ ഒരുപക്ഷെ ഇത്തവണ UDF-നെ സഹായിക്കാനാണ് ഞാൻ സാധ്യത കാണുന്നത്. മറ്റേ ക്യാബിയറ്റുകൾ നിലനിർത്തിക്കൊണ്ട് SIR-ൽ എന്താണ് നടന്നത് എന്നുള്ളതിന്റെ സൂക്ഷ്മമായ വിവരമില്ലാതെയും ഓരോ മണ്ഡലത്തിലെയും 21-ലെയും 26-ലെയും വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പിന്നീട് എന്റെ രാഷ്ട്രീയ വിലയിരുത്തൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ക്യാമ്പയിൻ ഇഷ്യൂസ്, അതിലിറക്കിയ പണം, പിന്നെ ഒരു ഫാക്ടർ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ ഒരു വിരുദ്ധ വികാരം ഉണ്ട്. അത് പിണറായി വിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അതിന്റെ ഗുണഭോക്താവ് എത്ര കണ്ട് BJP-യുമാണ് എന്ന് തിരിച്ചറിയാൻ ഇനിയും കുറെ കൂടി പഠന ഗവേഷണം വേണം. കാരണം BJP-ക്ക് എത്ര വോട്ട് കിട്ടും, എത്ര സീറ്റ് കിട്ടും, അത് എവിടെയൊക്കെ കിട്ടും എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം ഇന്നലെ മുതൽ പരസ്യമായി പറഞ്ഞു തുടങ്ങി. പണ്ട് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ ഒരു പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സത്യം എന്ന പോലെ പറഞ്ഞു, UDF-ന് 57 സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു. എന്താണ് ഇങ്ങനെ കൃത്യമായി UDF-ന് 57 സീറ്റുകൾ കിട്ടുക എന്ന്? അപ്പോഴാണ് ഞാൻ കണക്കുകൾ നോക്കിയപ്പോൾ മുസ്ലിം വോട്ടുകൾ നിർണായകമായ 57 നിയോജക മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ചന്ദ്രശേഖർ ഇത് തന്നെ ആവർത്തിക്കുന്നു. അതിനർത്ഥം 57 കഴിഞ്ഞുള്ള ബാക്കി 83 സീറ്റുകളിൽ തങ്ങൾക്ക് വിലപേശാൻ കഴിയുന്ന ശക്തിയുള്ള 5-10 സീറ്റുകൾ ഉണ്ടെന്ന ധാരണ അദ്ദേഹത്തിനും BJP-ക്കും മോഡിക്കും അമിത്ഷായ്ക്കും ജ്ഞാനേഷ് കുമാറിനും ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത്തവണത്തെ മോഡി ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുകച്ചവടത്തിന്റെ ലക്ഷ്യം BJP-ക്ക് കുറെ സീറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണെന്ന് മലയാളി തിരിച്ചറിയണം. അല്ലാതെ ബീഹാറിലെ പോലെ മുഖ്യമന്ത്രി യു ആർ ഓൾസോ ഇൻവോൾവ് ഈ വേക്കപ്പ് കേരള എഫേർട്ടിൽ താങ്കളും ഉണ്ടായിരുന്നല്ലോ. BJP-ക്ക് വോട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ BJP ജയിപ്പിക്കരുത് എന്ന് പറയാൻ കൂട്ടത്തിൽ. ഞാൻ അതുകൊണ്ട് തന്നെ BJP-ക്ക് താങ്കൾ സൂചിപ്പിച്ച പോലെ പല മണ്ഡലങ്ങളിലും ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചു, ഡൽഹിയിൽ നിന്ന് ഫോണിൽ. അവരൊക്കെ പറയുന്നത് ഒരു വലിയ ചാൻസ് ഉണ്ട് BJP-ക്ക് വീണ്ടും 0 ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നേമത്ത് പോലും രാജീവ് ചന്ദ്രശേഖർ എത്ര BJP പ്രസിഡന്റ് ആയാലും അദ്ദേഹത്തിന് പേഴ്സണൽ ആയിട്ട് നേമത്തെ വോട്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. മഞ്ചേശ്വരത്ത് ഞാൻ കേട്ടത്, താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, അവിടുത്തെ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ അവിടെ വീടുള്ള ഒരു കക്ഷി പറഞ്ഞത്, കഴിഞ്ഞ 2 പ്രാവശ്യവും കർണാടകത്തിലെ BJP സർക്കാരിൻ്റെ ആളും അർത്ഥവും അവിടെ ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം ഇല്ല.
അതുകൊണ്ട് മഞ്ചേശ്വരത്തെ സ്ഥിതി പരുങ്ങിലാണ് എന്ന് പറഞ്ഞു. പാലക്കാട് നമുക്കൊക്കെ അറിയാം എന്താ നടന്നതെന്ന്. പാലക്കാട് ആരും പ്രതീക്ഷിക്കുന്നില്ല BJP എന്തെങ്കിലും. പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അത് കഴക്കൂട്ടത്ത് താങ്കൾ പറഞ്ഞ പോലെ ഞാൻ അവിടെ ശ്രദ്ധിച്ചു. മുരളീധരന്റെ ക്യാമ്പിൽ നിന്നും ഞാൻ കേട്ടത് അവർ അത്ര കോൺഫിഡൻ്റ് അല്ല. ഒരു ചാൻസ് ഉണ്ട്, പക്ഷെ അവർ അത്ര കോൺഫിഡൻ്റ് അല്ല. അപ്പൊ ഈ 3 സീറ്റാണ് ഞാൻ അന്വേഷിച്ചതിൽ വളരെ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നത്. താങ്കളുടെ എന്താണ് ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നത്? ഞാൻ താങ്കളുടെ ആഗ്രഹവും താങ്കളുടെ സ്വതന്ത്രമായ ചാനലുകളിലൂടെ കിട്ടിയ അറിവും ശരിയാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അവർക്ക് അരുന്ധതി റോയ് പറഞ്ഞ പോലെ കേരളത്തിൽ വീണ്ടും ഒരു ആനമുട്ട സമ്മാനിക്കട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അത് രാഷ്ട്രീയമായ എൻ്റെ ഒരു ആഗ്രഹ ചിന്തയാവാം, പക്ഷെ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹ ചിന്തയാവാം. കാരണം ഞാൻ വൈക്കപ്പ് കേരളത്തിന്റെ തുറന്ന് അതിനുവേണ്ടി പ്രചരിക്കുന്ന ആൾ. അപ്പൊ എന്റെ ആഗ്രഹ ചിന്തയാവാം അത് യാഥാർത്ഥ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭയം അതല്ല. ഭയം അവർക്ക് സീറ്റുകൾ കിട്ടുമെന്ന് തന്നെ. കാരണം ഞാൻ പാലക്കാട് തന്നെ ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ കാര്യം ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ. അത് വോട്ടർമാരോട് സംസാരിക്കാനും രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റ്മാരോട് സംസാരിക്കാനുള്ള ഒരു ചെറിയ അവസരം കിട്ടിയത് കൊണ്ട് പറയുകയാണ്. ഇവർക്ക് ജയിക്കാനല്ലെങ്കിൽ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ എന്തെല്ലാം ചെയ്തു? ഒരു കേരളത്തിൽ BJPക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്ത മണ്ഡലമാണ് പാലക്കാട്. സാക്ഷാൽ മോഡിയെ ഇറക്കി വൻ റാലി നടത്തി. അധികം മുസ്ലിം വോട്ടുകൾ ഭയപ്പെടാതിരിക്കാൻ വലിയ ഒച്ചപ്പാടുണ്ടാക്കാതെ രഹസ്യ വീട് സന്ദർശനത്തിൽ ഊന്നിക്കൊണ്ട് മുസ്ലിം വോട്ടർമാരെ പ്രകോപിപ്പിക്കാതെ വോട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്നു, ഒരു വോട്ടിന് ലഭിക്കാവുന്ന ഒരു പുതിയ വോട്ടിന് 5000 രൂപ വരെ കൊടുക്കാൻ കേരളത്തിൽ തമിഴ്നാടിന്റെയും വടക്കേ ഇന്ത്യയുടെയും നിലവാരത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കോഴ കൈയോടെ പിടിക്കപ്പെട്ടു.